നോക്കാം. വെറുതെ നമ്മളിനി ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. ആദ്യത്തെ ചോദ്യം, രമ തൻ്റെ വീടിന് മുന്നിൽ ത്രികോണാകൃതിയിലുള്ള പൂന്തോട്ടം ഒരുക്കി. അതിൻ്റെ വശങ്ങൾ 7 മീറ്റർ, 8 മീറ്റർ, 9 മീറ്ററാണ്. പൂന്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടണമെങ്കിൽ എത്ര മീറ്റർ വേലി ആവശ്യമാണ്? നമുക്കറിയാം അല്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ചുറ്റളവാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ചുറ്റളവ് എന്ന് പറയുമ്പോൾ എന്താണ്? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റും ഉള്ള അളവെല്ലാം കൂടെ എന്ത് ചെയ്യുക? പെറുക്കി കൂട്ടുക. അതായത് 7 + 8 + 9 സമം എത്രയാണ്? 8 + 8 17 17 24 മീറ്റർ. ഉത്തരം 24 മീറ്ററാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഒരു സ്കൂളിൽ ത്രികോണാകൃതിയിലുള്ള പച്ചക്കറിത്തോട്ടത്തിൻ്റെ അടിവശം എന്ന് പറയുന്നത് എത്രയാണ്? 12 മീറ്ററാണ്. ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 8 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചേക്കുന്നത്? തോട്ടത്തിൻ്റെ പരപ്പളവ് എത്ര? പരപ്പളവ് കാണാൻ നമുക്കറിയാം, ½ BH. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഉയരവും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. അപ്പം ½ × 8 × 12. അപ്പം 8 × 12 ഗുണിക്കുക, അതിൻ്റെ പകുതി കാണുക. അപ്പോൾ എത്ര വരും? 12 8 80 2 16 96/2 എന്ന് പറയുമ്പം 8 8 16 48 മീറ്റർ സ്ക്വയർ വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു കർഷകൻ സമചതുര ത്രികോണാകൃതി, ഇത് നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമഭുജം എന്ന് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമഭുജ ത്രികോണാകൃതിയിലുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുന്നു. ഭൂമിയുടെ ഓരോ വശവും 5 മീറ്ററാണ്. അയാൾക്ക് ചുറ്റും കയർ കെട്ടണമെങ്കിൽ എത്ര മീറ്റർ വേണം? സമഭുജം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം പഠിച്ച ത്രികോണം സമഭുജം, എല്ലാ ഭുജങ്ങളും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ വശവും എന്തായിരിക്കും? 5 മീറ്റർ വീതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 5 5 5 15 മീറ്റർ ആണ്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു മട്ടത്രികോണാകൃതിയിലുള്ള കളിസ്ഥലത്തിൻ്റെ 2 ചെറുവശങ്ങൾ, ഒരു മട്ടത്രികോണം, അതിൻ്റെ എന്താണ്? 2 ചെറിയ വശങ്ങൾ. അപ്പം ചെറിയ വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദവും ലംബവും എത്രയാണ്? 6 മീറ്ററും 8 മീറ്ററും ആണ്. എങ്കിൽ എന്താണ്? ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഓടിയാൽ അവർക്ക് എത്ര മീറ്റർ ഓടണം? അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പുറത്തെ അറ്റത്തേക്ക് ഓടിയാൽ, അതായത് കർണമാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം കർണം സ്ക്വയർ = പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതായത് ഇവിടെ പാദം തന്നേക്കുന്നത് 6ൻ്റെ സ്ക്വയർ പ്ലസ് 8ൻ്റെ സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 6 30 എത്രയാണ്? 6 പ്ലസ് 8 × 8 64. അപ്പോൾ 36ഉം 64ഉം ചേരുമ്പോൾ എത്രയാണ്? 36ഉം 64ഉം കൂടെ കൂട്ടിച്ചേരുമ്പോൾ 100. അപ്പം ഇത് എന്ന് പറയുന്നത് എന്താണ്? കർണം സ്ക്വയർ ആണ്. അപ്പോൾ കർണം സമം √100 സമം 10 മീറ്റർ. ഓക്കെ, ഉത്തരം നിങ്ങളുടേത് ശരിയാകും എന്ന് കരുതുകയാണ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ത്രികോണാകൃതിയിലുള്ള ബോർഡിൻ്റെ പരപ്പളവ്, നമുക്ക് വിസ്തീർണം തന്നിട്ടുണ്ട്. എത്രയാണ്? 30 cm² ആണ്. അപ്പോൾ എന്താണ്? വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്ന സാധനം 30 cm² ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? അതിൻ്റെ ഉയരം 6 cm ആണ്. അതുപോലെ ബോർഡിൻ്റെ അടിവശം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കെന്ത്, ഒരു ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെന്താണ്, നമ്മുടെ സമവാക്യം, ഏരിയ കാണുന്നതിനുള്ള സമവാക്യം നമ്മളൊന്ന് എഴുതി നോക്കുക. ഈ ഏരിയ കാണുന്നതിനുള്ള സമവാക്യം ½ BH. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ്? H തന്നിട്ടുണ്ട്, B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. 30 സമം ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ½ B. ബേസ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ബേസാണോ തന്നേക്കുന്നത്? സെൻറ്റിമീറ്ററിൻ്റെ ബോർഡിൻ്റെ അടിവശം എത്ര? ബേസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബേസ് H നമുക്ക് തന്നിട്ടുണ്ട് 6. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? നമുക്ക് തന്നേക്കുന്ന ഇതിൻ്റെ ക്രിയ ചെയ്യുക. അതായത് 30 സമം
എന്താണ് ബി ഇൻറ്റു ആറിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3. അപ്പോൾ ഇനി ബി കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 30നെ അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഹരിക്കുക. 30/3. 30/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടേത് ശരിയായിരിക്കും എന്ന് കരുതുന്നു കേട്ടോ.